Hello guys and welcome back. So ഇന്ന് നമ്മൾ എങ്ങനെ ഒരു മൊബൈൽ ചാർജർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ആവശ്യമുള്ള ഒരു 7805 IC, പിന്നെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, പിന്നെ ഒരു USB ഫീമെയിൽ പോർട്ട്, പിന്നെ ഫിൽട്ടർ ചെയ്യാൻ ഒരു കപ്പാസിറ്ററും. ദെൻ നമുക്ക് വേണ്ടത് ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു 6 to 12 വോൾട്ടിൻ്റെ ഉള്ളിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇത് നമ്മൾ വേറൊരു സാധനത്തിൻ്റെ അകത്തുനിന്ന് ഊരിയെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബായിട്ട് കണക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ മൾട്ടിമീറ്ററിൽ AC വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ പവർ കൊടുക്കുന്നു. സോ നമ്മുടെ കയ്യിലുള്ള ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. 12.5 ആണ് ഇതിൽ കാണിക്കുന്ന റീഡിങ്. ഇപ്പോൾ ശേഷം നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിലുള്ള ആ 2 വയറിൻ്റെ ഇൻസുലേഷൻ ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ശേഷം ചെറുതായിട്ടൊന്ന് സോൾഡർ ചെയ്യാം. നമുക്ക് ഈ 2 വയറുകൾ അടുത്ത് നേരെ റെക്ടിഫയറായിട്ട് കണക്ട് ചെയ്യാം. ഇനി എന്താണ് റെക്ടിഫയർ എന്നറിയാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. ഇപ്പോൾ അല്ല, ഏറ്റവും ലാസ്റ്റ്. ഈ റെക്ടിഫയറിലെ മിഡിലാണ് നമ്മൾ AC ഇൻപുട്ട് കൊടുക്കേണ്ടത്. 2 അറ്റങ്ങളിലായിട്ടാണ് DC ഔട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേരെ റെക്ടിഫയറിൻ്റെ മിഡിലുള്ള 2 ലെഗിലേക്ക് വയർ സോൾഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ 2 വയറും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമുക്ക് പ്യുവർ DC ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കപ്പാസിറ്റർ കൂടി ഫിൽറ്ററായിട്ട് ആഡ് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ റെക്ടിഫയറിൻ്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യാം. ശേഷം പോസിറ്റീവ് ടെർമിനലിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ റെക്ടിഫയറിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യാം. അതിനുവേണ്ടി DCയിലേക്ക് സെറ്റ് ചെയ്യുന്നു. സോ നമ്മളുടെ ഔട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 16 വോൾട്ടാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 3 മൊബൈൽ കൂടെ ഇരട്ടിയായിട്ട് ചാർജ് ചെയ്യാനുള്ള വോൾട്ട് ഉണ്ട്. ശരിക്കും നമുക്ക് അത്രയും വേണ്ട, 5 വോൾട്ട് മതി. ശേഷം നമുക്ക് കിട്ടിയ ഈ ഔട്ട്പുട്ട് വോൾട്ടിനെ നമുക്ക് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ 7805 എന്ന് പറയുന്ന ഒരു റെഗുലേറ്റിംഗ് ഐസിയാണ് യൂസ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ റെക്ടിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്ലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വയർ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ റെഡും നെഗറ്റീവ് ടെർമിനലിൽ ബ്ലാക്കും. ശേഷം നമ്മുടെ റെക്ടിഫയറിൻ്റെ ഔട്ടിൽ ആ റെഡ് വയർ നമുക്ക് ICയുടെ ഫസ്റ്റ് പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ ബ്ലാക്ക് വയർ നമുക്ക് ICയുടെ മിഡിലത്തെ പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് USB ഫീമെയിൽ നേരെ IC ആയിട്ട് കണക്ട് ചെയ്യാം. അതിനു മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, USBയുടെ മുന്നിൽ നിന്ന് നോക്കുന്ന നേരം ഫസ്റ്റ് പിന്നാണ് പോസിറ്റീവ് വരിക, ലാസ്റ്റ് പിന്നാണ് നെഗറ്റീവ് വരിക. ദെൻ ICയുടെ ലാസ്റ്റ് പിന്നിലേക്ക് നമ്മുടെ പോസിറ്റീവ് വയർ നമുക്ക് സോൾഡർ ചെയ്യാം. ശേഷം നമ്മുടെ നെഗറ്റീവ് വയർ ഇതിനു മുന്നേ കണക്ട് ചെയ്ത ആ നെഗറ്റീവ് വയറുമായിട്ട് കണക്ട് ചെയ്യാം. ദെൻ ഫൈനലി നമ്മുടെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിൽ നിന്ന് വരുന്ന AC പൾസിനെ റെക്ടിഫയർ വെച്ച് DC ആക്കിയിട്ട് അത് നേരെ 7805 IC വഴി റെഗുലേറ്റ് ചെയ്ത് 5 വോൾട്ട് ഔട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കറക്റ്റ് 5 വോൾട്ട് അല്ലേ എന്നൊന്ന് മെഷർ ചെയ്യാം. ഇവിടെ 5.5 കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ 16 വോൾട്ട് ആയതുകൊണ്ടായിരിക്കും 5.5 കാണിക്കുന്നതെന്ന്. അടുത്തതായിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ USB ചാർജിങ് കേബിളാണുള്ളത്. നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. സോ ഇത് PCB ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ ചെറുതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സൈൻ ഔട്ട്. അയ്യോ.
Next patient. ഫെയിൽഡ് എന്താ പറ്റിയേ? Sister, next patient. ആരുമില്ലേ?